നമസ്കാരം. നമ്മുടെ ബ്രിഡ്ജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കെമിസ്ട്രി, രസതന്ത്രം, കിങ് ഓഫ് ഓൾ സയൻസ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ മാറ്ററിനെ പറ്റി പറഞ്ഞു, മാറ്റർ ഉണ്ടാക്കിയത് മോളിക്യൂളുകളെ പറ്റിയാണ്, മോളിക്യൂളുകളാന്ന് പറഞ്ഞു. ആ മോളിക്യൂളുകളുടെ തരങ്ങൾ അനുസരിച്ച് മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിലൊരു എക്സ്ട്രാ ഒരു വാക്ക് പഠിച്ചു, അലോട്രോപ്സ് എന്നുള്ള വാക്ക് പഠിച്ചു. പിന്നെ 9 കൊണ്ടുള്ള ഡിവിഷനും പഠിച്ചു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞേക്കുന്നത് 2 ക്ലാസ്സുകളിലായിട്ട്. നമുക്കിന്ന് ആ മോളിക്യൂളിന്റെ ഉള്ളിലുള്ള ആറ്റങ്ങളെ കൊണ്ട് പഠിക്കാം. ആറ്റങ്ങൾ. ആറ്റം എന്നുള്ള വേർഡ് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ്. അറ്റോമാസ്, ഇൻഡിവിസിബിൾ, പിന്നെയും വിഭജിക്കാൻ പറ്റാത്തത് എന്നുള്ള വാക്കിൽ നിന്നുണ്ടായതാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. അതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പോവാം. എനിക്ക് ഇന്ന് അറിയേണ്ടത് ആറ്റത്തിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ എത്ര എന്നുള്ള ചോദ്യങ്ങളാണ്, എത്ര എന്നുള്ളതിന്റെ ഉത്തരവാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ ആറ്റങ്ങളെ പീരിയോഡിക് ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെപ്രസെന്റ് ചെയ്ത് നോക്കിയാൽ എന്തൊക്കെ മനസ്സിലാവാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എ റെപ്രസെന്റേഷൻ ഓഫ് എൻ ആറ്റം. അപ്പോൾ ഇന്നത്തെ സൈഡ് ഹെഡിങ് എഴുതിക്കോളൂ, റെപ്രസെന്റേഷൻ ഓഫ് എൻ ആറ്റം. റെപ്രസെന്റേഷൻ ഓഫ് എൻ ആറ്റം. അപ്പോൾ നിങ്ങളൊരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കെമിസ്ട്രിയിൽ എപ്പോഴും ഒരു സിമ്പിൾ ഉണ്ടാവും. ഞാൻ എക്സ് എന്ന് ഇടുകയാണ്. അത് ഓക്സിജൻ O എന്നാണ്, ഹൈഡ്രോജൻ H എന്നാണ്, കാർബൺ C എന്നാണ്. ചിലപ്പോൾ അത് 2 അക്ഷരങ്ങൾ ഉണ്ടാവും. ഹീലിയത്തിന് H എന്നാണ്, ലിഥിയത്തിന് Li എന്നാണ്, ബെർലിയത്തിന് B എന്നാണ്. ഇങ്ങനെ എല്ലാ എലമെന്റുകൾക്കും ആകെ 118 എലമെന്റുകളുണ്ട്. ഈ 118 എലമെന്റുകൾക്കും റെപ്രസെന്റേഷൻ ഉണ്ട്, സിമ്പിൾ ഉണ്ട്. നമുക്കത് പഠിക്കാം. ഇനി ഒരു രസമുള്ള കാര്യം വെറുതെ കേട്ട് വെച്ചോളൂ, പീരിയോഡിക് ടേബിളിൽ എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. ഇല്ലാത്ത ഒരേ ഒരു അക്ഷരം നമ്മളെ സ്വന്തം JDയുടെ J ആണ്. J ഒരാറ്റത്തിന്റെ പേരിലും ഇല്ല കേട്ടോ. Q വരെണ്ണുണ്ട്. അൺനൺ ക്വാഡ്രിയം Q, സിർക്കോണിയത്തിൽ Z ഉണ്ട്, ക്സിനോണിൽ X ഉണ്ട്, ഈട്രിയത്തിൽ Y ഉണ്ട്. എല്ലാ അക്ഷരവും ഉണ്ട്. ഇല്ലാത്ത വില പിടിപ്പുള്ള ബാക്കിയുള്ള ഒരേ ഒരു അക്ഷരം എൻ്റെ സ്വന്തം J ആണ്. അത് നിങ്ങൾ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ട്, റെപ്രസെന്റേഷൻ ഓഫ് എൻ ആറ്റം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ടാവും. ഇനി ആ സിമ്പലിന്റെ ഇടത്തെ താഴെ ഭാഗത്ത് ഒരു നമ്പർ കാണാം. The left bottom there will be a number which is known as Z is known as atomic number. Z is known as atomic number. അത് ഓരോ ആറ്റത്തിനും Z സ്പെസിഫിക് ആണ്. ഓക്സിജന്റെ Z എപ്പോഴും 8 ആണ്. Z മാറിയാൽ അത് ഓക്സിജൻ അല്ല, അത് വേറെ ആറ്റമായി. Z അഥവാ 9 ആയാൽ അത് ഫ്ലൂറിനായി, 7 ആയാൽ നൈട്രോജനായി. Z1 ഹൈഡ്രോജൻ ആണ്. അതൊരു ആറ്റത്തിന്റെ നമ്പർ ആണ്, അറ്റോമിക് നമ്പർ. ദാറ്റ് ഈസ് ദ യുണീക് പ്രോപ്പർട്ടി ഓഫ് എൻ ആറ്റം. Z മാറിയാൽ എന്തു മാറി എന്നാണ് അർത്ഥം? ആറ്റം മാറി എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ മുകളിൽ A എന്നൊരു നമ്പർ ഉണ്ട്, ലെഫ്റ്റ് ടോപ്പ്. ആൻഡ് A is known as mass number. ഇനി ചില റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ കാണാം, സോഡിയം പ്ലസ് എന്നൊക്കെ കാണാം, അല്ലെങ്കിൽ ക്ലോറിൻ മൈനസ് എന്ന് കാണാം, O2 മൈനസ് എന്ന് കാണാം, N3 മൈനസ് എന്ന് കാണാം. വലത്തെ മുകളിലെ ഭാഗത്ത് ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു നമ്പർ ഉണ്ടാവും. ദാറ്റ് വിൽ നോൺ ആസ് ചാർജ്. അത് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താവാം, നെഗറ്റീവ് ആവാം. So this is the basic representation of an atom. This is the basic representation of an atom. Okay. എന്തുണ്ട്, ഒരു സിമ്പൽ ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് ബോട്ടത്തിൽ എന്തുണ്ട്, Z ഉണ്ട്. ലെഫ്റ്റ് ടോപ്പിൽ എന്തുണ്ട്, A ഉണ്ട്. റൈറ്റ് ടോപ്പിൽ എന്തുണ്ട്, C ഉണ്ട്. So you can write representation of an atom. ഈ സിമ്പിൾ വരയ്ക്കുക. ZAC എന്ന് പറയാ. Z എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ആണ്, A എന്ന് വെച്ചാൽ എന്താണ്, മാസ് നമ്പർ ആണ്, C എന്ന് വെച്ചാൽ എന്താണ്, ചാർജ് ആണ്. എഴുതി വെച്ചു. വേഗം. ഇനി നമുക്ക് ഈ ഓരോന്നും എന്താണെന്നറിയാം. എന്താണ് ഒരു ആറ്റത്തിന്റെ Z എന്ന് വെച്ചാൽ? ഓക്സിജൻ 8 ആണ്, സോഡിയം 11 ആണ്, മാഗ്നീഷ്യം 12 ആണ്, യുറേനിയം 92 ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്, വിവരം എന്താണ്? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ആ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്.
Z is the number of protons in an atom. So I can say Z is the number of protons in an atom. A എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയോൺസുകളുടെ എണ്ണമാണ്. വാട്ട് യു മീൻ ബൈ ന്യൂക്ലിയോൺസ്? ന്യൂക്ലിയോൺസ് എന്ന് വെച്ചാൽ എന്താ? ന്യൂക്ലിയസിനുള്ളിലുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണം. അപ്പൊ ന്യൂക്ലിയസിൽ ആരൊക്കെയാ ഉള്ളത്? ന്യൂട്രോണും പ്രോട്ടോണും. അപ്പൊ ന്യൂക്ലിയോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ നോൺ ആസ് ന്യൂക്ലിയോൺസ്. അപ്പൊ മാസ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് എന്ത്? A എന്ന് വെച്ചാൽ. സോ വി ക്യാൻ സേ A is the number of neutrons plus number of protons. In other words, it is known as number of nucleons. And C എന്ന് വെച്ചാൽ അഥവാ ആ ആറ്റത്തിന് ചാർജ് ഉണ്ടോ എന്നാണ്. ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചാർജ്. 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ട്, ചാർജ് എന്തായിരിക്കും? 0. ഇനി 9 ഇലക്ട്രോണും 10 പ്രോട്ടോണാന്ന് വെച്ചോ. 10 പ്രോട്ടോൺ ഉണ്ട്, 9 ഇലക്ട്രോൺ ഉണ്ട്. ഇതിന് എന്ത് ചാർജ് ഉണ്ടാവും? +1 ചാർജ് ഉണ്ടാവും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. 10 പ്രോട്ടോണും 11 ഇലക്ട്രോൺ ഉണ്ട് എന്നിരിക്കട്ടെ. 10 പ്രോട്ടോണേ ഉള്ളൂ, 11 ഇലക്ട്രോൺ ഉണ്ട്. അതിന്റെ ചാർജ് എന്തായിരിക്കും? -1. ഈ -1 എങ്ങനെ കിട്ടിയത്? 10 - 11. അപ്പൊ എനിക്ക് ചാർജ് കാണേണ്ട ഫോർമുല എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ആറ്റം ന്യൂട്രൽ ആണ് എങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. If an atom is neutral, then the number of protons will be equal to number of electrons. So ഇതാണ് ഈ 3 അക്ഷരങ്ങളുടെയും അർത്ഥങ്ങൾ. അപ്പോ ഈ 3 അക്ഷരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ, I can calculate the number of electrons, protons and neutrons in an atom. How? Number of protons will be equal to Z. Number of neutrons will be equal to, yes, you said, A minus Z. ഇത് കുറച്ചാ എന്നെ കിട്ടും. And number of electrons will be equal to Z minus C. അപ്പോ ഈ ഒരു ഫോർമുല വെച്ച്, 3 ഫോർമുല വെച്ച് നമുക്ക് ഒരു ആറ്റത്തിൽ എന്ത് കാണാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണാം. അപ്പോൾ എഴുതി വെച്ചു, Z is the number of protons, A is the number of neutrons plus proton, ബ്രാക്കറ്റിൽ എഴുതിക്കോ ന്യൂക്ലിയോൺസ്, C is equal to number of protons minus number of electrons. From these equations, you can find number of protons equal to Z, number of neutrons is equal to A minus Z, number of electrons is equal to Z minus C. വേഗം എഴുതി വെച്ചു. നമുക്കിതിലെ കണക്കുകളൊന്ന് ചെയ്തു നോക്കണം. ഒരു ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കാണാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കണം. വേഗം. അപ്പൊ നമുക്ക് നോക്കടാ മക്കളെ. ഞാൻ ഒന്നാമത്തത് ഒരു പാവം ഹൈഡ്രജൻ എടുക്കുകയാണ്, H11. ഇവിടെ ഒന്നും എഴുതിയില്ല. അതിന്റെ അർത്ഥം എന്താ? ചാർജ് 0 ആണ്. ചാർജ് എന്താണ്? 0 ആണ്. അപ്പൊ പറയ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് കാണാനുള്ള ഫോർമുല എന്താ? Z ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ Z നോക്കി, എത്രയാണ്? 1. ഈ സാധനം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാ കാണുക? Z മൈനസ് ചാർജ് ഇല്ല, അപ്പൊ എത്ര തന്നെ? 1 തന്നെ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാ കാണുക? A മൈനസ് Z, 1 മൈനസ് 1 എത്രയാണ്? 0. അപ്പൊ ഹൈഡ്രജൻ 11ലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് എന്ത് കഴിഞ്ഞു? കിട്ടിക്കഴിഞ്ഞു. ശരിയല്ലേ? ഗുഡ്. നെക്സ്റ്റ് ഐ ആം ടേക്കിംഗ് സോഡിയം 1123 പ്ലസ് എന്ന് വെച്ചാൽ +1. പറയ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എങ്ങനെ കാണും? Z. എത്രയാ Z? 11. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കാണും? Z മൈനസ് ചാർജ്. 11 minus 1, that will be equal to 10. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കാണും? A minus Z, മുകളിൽ നിന്ന് താഴേക്ക് കുറക്കണം. 23 minus 11, that will be equal to 12. ആഹാ, എന്ത് എളുപ്പമാണ് അല്ലേ? എളുപ്പല്ലേ? ഞാൻ മൂന്നാമത്തതായിട്ട് N7 14 3 മൈനസ് ഒന്ന് ചെയ്തേ നിങ്ങൾ നോക്കട്ടെ.
Find the number of electrons, protons and neutrons in nitride. ഇത് ഈ ക്ലാസ് നടുക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളത് നോട്ട് എഴുതിയെടുക്കാൻ പറയും. നോട്ട് എഴുതിയേക്കുന്ന സമയം ഞാൻ ക്ലാസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് പ്രോബ്ലംസ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഇല്ലാണ്ട് വെറുതെ അതിൻ്റെ ഗ്യാപ്പ് ഞാൻ എന്ത് ചെയ്യില്ല, വീഡിയോ തരില്ല. എന്തായാലും ഇത് കാണും. നൈട്രൈഡിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. യെസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് is Z, 7. Number of electrons, Z minus charge, 7 minus minus 3. 7 minus minus 3, and that will be equal to 10. Number of neutrons, A minus Z, and that will be equal to 7. Good. Aluminium 13, 27, 3 plus. Number of protons 13, എങ്ങനെ? Z. Number of electrons 13, 3, 10. Number of neutrons 27 minus 13 എന്ന് വെച്ചാൽ എത്ര? 14, 14. So നിങ്ങൾ നോട്ടിൽ എഴുതുക. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇത് നോട്ടിലേക്ക് എന്ത് ചെയ്യണം? ചെയ്തു വെക്കണം. അത് ചെയ്തു വെക്കാനുള്ള സമയം ഞാൻ ഇപ്പൊ തരില്ല. ഇപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഈ 4 ക്വസ്റ്റ്യൻസ് എഴുതുക. 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. റെഡി? ഇനി എൻ്റെ അടുത്ത സംശയം, എനിക്കൊരു മോളിക്യൂൾസിലെ number of electrons, protons and neutrons കാണാൻ പറ്റുമെന്നുള്ളതാണ്. Can I find the number of electrons, protons and neutrons in a molecule? അല്ലെങ്കിൽ റാഡിക്കൽ ചാർജ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന്, റാഡിക്കലിന്റെ സ്പീഷീസിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് കാണാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ മോളിക്യൂൾ, അതാണ് ഹെഡിങ്. സോ ഫസ്റ്റ് ഐ എം ടേക്കിംഗ് വാട്ടർ. ഇതിൽ ഹൈഡ്രജൻ 11 ആണ്, ഓക്സിജൻ 816 ആണ്. ഹൈഡ്രജൻ 11 ആണ്, ഓക്സിജൻ എന്താണ്? 816 ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് വാട്ടറിൽ എത്ര ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഉണ്ട്? എടാ വാട്ടർ എന്ന് വെച്ചാൽ എന്താ? H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും, 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ വാട്ടർ മോളിക്യൂളിലുള്ള മൊത്തം ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ എന്ന് വെച്ചാൽ ഈ ഒരു ഹൈഡ്രജനിലെ കൂട്ടുക, അടുത്ത ഹൈഡ്രജനിലെ കൂട്ടുക, എന്നിട്ട് ഓക്സിജനിലെ കൂട്ടുക. ഇത് 3 എണ്ണത്തിനും കൂടി കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഹൈഡ്രജനില് പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്, ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 0 ആണ്. ഓക്സിജനില് പ്രോട്ടോണുകളുടെ എണ്ണം 8 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്, ന്യൂട്രോണുകളുടെ എണ്ണവും എത്രയാണ്? 8 ആണ്. ഇത് നമുക്കറിയാം. അപ്പൊ വാട്ടറിലാവുമ്പോ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഹൈഡ്രജനിൽ നിന്ന് 1 ഉണ്ട്. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ശരിയല്ലേ? ഓക്സിജനിൽ നിന്ന് 8 ഉണ്ട്. അങ്ങനത്തെ 1 ഉണ്ട്. ടോട്ടൽ എത്ര? 10 പ്രോട്ടോൺസ്. ഇലക്ട്രോണുകളുടെ എണ്ണം ഹൈഡ്രജനിൽ നിന്ന് 1 ഉണ്ട്. അങ്ങനത്തെ 2 ഉണ്ട്. വാട്ടറിൽ നിന്ന് 8 ഉണ്ട്. അങ്ങനത്തെ 1 ഉണ്ട്. മൊത്തം എത്ര? 10. ന്യൂട്രോണുകളുടെ എണ്ണം ഹൈഡ്രജനിൽ നിന്ന് 0 ആണുള്ളത്, അല്ലെ? ഹൈഡ്രജനിലെ ന്യൂട്രോണുകളുടെ എണ്ണം 0 ആണ്. ഓക്സിജനിൽ നിന്ന് 8 ഉണ്ട്. ടോട്ടൽ എത്ര വന്നു? 8 വന്നു. സോ ദിസ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ 1 വാട്ടർ മോളിക്യൂൾ. ശരിയല്ലേ? അടുത്ത നിങ്ങൾ എന്ത് ചെയ്യൂ? അടുത്ത നമ്മൾക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ 6, 12 ആണ്. ഓക്സിജൻ 8 എന്താണ്? 16 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യൂ? കാർബൺ ഡൈ ഓക്സൈഡിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണുകളുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. പണിയുടെ അടുത്ത് ഇനി വേറെ സാധനം കൂടി ചെയ്യാനുണ്ട്, വേഗം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം? കാർബണിന്റെയും ഓക്സിജന്റെയും കാണണം. കാർബണിൽ പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6, ന്യൂട്രോൺ 6. എന്ത് ചെയ്തു? എല്ലാം ചെയ്തു. ഓക്സിജനിൽ പ്രോട്ടോൺ 8, ഇലക്ട്രോൺ 8, ന്യൂട്രോണും എത്ര? 8. ഇനി കാർബൺ ഡൈ ഓക്സൈഡിലെ പ്രോട്ടോണുകളുടെ നോക്കാം.
കാർബണിൽ 6 ഉണ്ട്. അങ്ങനത്തെ എത്ര ആറ്റേ ഉള്ളൂ? ഒരു ആറ്റേ ഉള്ളൂ കാർബൺ. പിന്നെയോ ഓക്സിജനിൽ 8 എണ്ണം ഉണ്ട്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ 16ഉം 6ഉം മൊത്തം എത്ര ഉണ്ട്? 22 പ്രോട്ടോൺ. ഇലക്ട്രോണുകളുടെ എണ്ണം കാർബണിൽ നിന്ന് 6 ഉണ്ട്, 1 പ്ലസ് ഓക്സിജനിൽ നിന്ന് 8 ഉണ്ട്, അങ്ങനത്തെ 2 എത്ര? 22 ഇലക്ട്രോൺ. ന്യൂട്രോണുകളുടെ എണ്ണം 6 × 1 പ്ലസ് 8 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 ന്യൂട്രോൺ. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും എന്ത് തന്നെയാണ്? സെയിം ആണ് അല്ലേ? റെഡി? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കൂ. അമോണിയ നൈട്രജൻ 714 ആണ്, ഹൈഡ്രജൻ 11 ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ വൺ അമോണിയ മോളിക്യൂൾ. ഉത്തരം കണ്ടുപിടിക്കുക. നൈട്രജനിലെ ഇലക്ട്രോണുകളുടെ ആദ്യം പ്രോട്ടോണുകളുടെ എണ്ണം അയച്ചിട്ട് വൃത്തിയിലേക്ക് എഴുതാം. നല്ലത്. പ്രോട്ടോണുകളുടെ എണ്ണം 7, ഇലക്ട്രോണുകളുടെ എണ്ണം 7, ന്യൂട്രോണുകളുടെ എണ്ണം 7. ഹൈഡ്രജനിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1, ഇലക്ട്രോണുകളുടെ എണ്ണം 1, ന്യൂട്രോണുകളുടെ എണ്ണം വട്ടപൂജ്യം. അപ്പൊ നമുക്ക് അമോണിയ മോളിക്യൂളിലെ പ്രോട്ടോണുകളുടെ എണ്ണം കാണാം. 7 × 1 പ്ലസ് 1 × 3 മൊത്തം എത്ര? 10 പ്രോട്ടോൺ. ഇലക്ട്രോണുകളുടെ എണ്ണം 7 × 1 പ്ലസ് 1 × 3 എത്ര ഇലക്ട്രോൺ? 10 ഇലക്ട്രോൺ. ന്യൂട്രോണുകളുടെ എണ്ണം 7 × 1 പ്ലസ് 0 × 3 എന്ന് വെച്ചാൽ എത്ര? 7. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. റെഡി? യെസ്. ഇനി എൻ്റെ അടുത്ത സംശയം, നിങ്ങൾ ഇതൊക്കെ അടിപൊളി കണ്ടുപിടിക്കേണ്ടത്, ചില ഗ്രൂപ്പ് ഓഫ് ആറ്റം വിത്ത് 1 ചാർജ് ഉണ്ടാവും. നമ്മളതിനെ സ്പീഷീസുകൾ എന്നോ റാഡിക്കൽസുകളോ എന്ന് പറയും, കാറ്റയോണുകൾ, ആനയോളോ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കയ്യിൽ കാർബണേറ്റ് എടുത്തു, CO3 2-. ഇതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസുകളും കാണും. എന്താ CO3 2- എന്ന് വെച്ചാൽ? അതിൽ CO3 ഉണ്ട്, കാർബണിലെയും ഓക്സിജനിലെയും ഇലക്ട്രോണും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ 2 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം അല്ലേ? മൊത്തം ആ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് കൂടി 2 ചാർജാ എന്ന് വെച്ചാൽ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കണ്ടുപിടിച്ചു. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം ഈ മൊത്തം ആറ്റങ്ങളിൽ എടുത്തിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 2 എണ്ണം കൂടി വരണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 2 എണ്ണം കൂടി വരണം. അപ്പൊ CO3 2- കാണണമെങ്കിൽ കാർബൺ ഓൾറെഡി നിങ്ങൾക്കറിയാം 612 ആണ്, ഓക്സിജൻ എത്രയാണ്? 816 ആണ്, പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6, ന്യൂട്രോൺ 6, പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6 ആൻഡ് 6. എന്താടാ കൂടെ പറയാത്തത്? പ്രോട്ടോൺ 6 ആണ് ഓക്സിജനില്, 8, ഇലക്ട്രോൺ 8 ആൻഡ് ന്യൂട്രോൺ എത്രയാണ്? 8 എന്ന് അറിയാം. ഇനി കാർബണേറ്റിലെ പ്രോട്ടോണുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല, കാരണം ചാർജ് എത്രയാണ്? -2 ആണ്. പ്രോട്ടോണുകളുടെ എത്രയാണ്? 6 × 1 പ്ലസ് 8 × 3 യു വിൽ ഗെറ്റ് ആസ് 30. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിക്കോളെ, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മൊത്തം ഇതിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എടുത്തിട്ട് അതിന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യണം. ബിക്കോസ് ദീസ് ഗ്രൂപ്പ് കൺസ്റ്റെയിൻസ് എൻ എക്സ്ട്രാ -2 ചാർജ് എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ എല്ലാം കൂടെ എന്തും കൂടെ കൂട്ടണം, 2 കൂടെ കൂട്ടണം. അപ്പൊ അത് ഞാൻ ആറ്റങ്ങളുടെ മൊത്തം ഇലക്ട്രോണുകളുടെ എണ്ണം കാണാണ്. 6 × 1 പ്ലസ് 8 × 3 പ്ലസ് 2. എവിടുന്നാ ഈ 2 വന്നത്? ഈ 2 ആണ് ഇവിടെ എന്താ അയക്കുന്നത്? 2 അയക്കുന്നത്. സോ ടോട്ടൽ 30 + 2 എത്രയാണ്? 32. And number of neutrons പ്രശ്നമില്ല, നേരത്തെ പോലെ 6 × 1 plus 8 × 3 you will get as 30. So this is the number of electrons, protons and neutrons in one carbonate molecule, not molecule, carbonate radical, carbonate species. ഇതൊക്കെ പോസ് ചെയ്ത് എഴുതണം കേട്ടോ. അടുത്ത് നോക്കാം നമുക്കൊന്ന്. നെക്സ്റ്റ് we are taking with ammonium NH4+.
എന്താ NH4+ എന്ന് വെച്ചാൽ ഇലക്ട്രോണുകൾക്ക് എണ്ണത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇലക്ട്രോണുകളുടെ എണ്ണം സാധാരണ ഉള്ളതിൽ നിന്ന് ഒന്ന് കുറവാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കുറക്കണം. അതാണ് NH4 എന്ന് പറയുന്നത്, പ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നൈട്രജന്റെ അറിയാം. നൈട്രജൻ എന്തായിരുന്നു? 714 ആണ് നൈട്രജൻ. ഹൈഡ്രജൻ 11 ആണ്. ഓക്കെ, അമോണിയത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എനിക്ക് എടുക്കാം. 7 × 1 + 1 × 4 you will get 11 protons. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ശരിക്കും പ്രോട്ടോൺസ് മൈനസ് ചാർജ് എടുത്താൽ മതി. 11 - 1 എടുത്താൽ മതി, 10 എന്ന് കിട്ടും. ഇനിയെല്ലാം നമുക്ക് ചെയ്തു നോക്കാം. നൈട്രജനിൽ 7 ഉണ്ട്, ഹൈഡ്രജനിൽ 1 ഉണ്ട്, അങ്ങനത്തെ 4 ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കുറക്കണം. കാരണം +1 ചാർജ് ആണ്, 1 ഇലക്ട്രോൺ ദൂരെ പോയിട്ടുണ്ട്. സോ 7 + 4 11 - 1 എത്ര കിട്ടി? 10. ഏത് സ്റ്റെപ്പ് വേണമെങ്കിൽ എടുക്കാം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാൻ നിങ്ങൾക്ക് എടുക്കാം. കാണാൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? 7 × 1 + 0 × 4 എത്രയായി? 7 ന്യൂട്രോൺ. അപ്പൊ നിങ്ങളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ പഠിച്ചു. ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ കാണാൻ പഠിച്ചു. ഇപ്പൊ ഒരു ചാർജ്ഡ് സ്പീഷീസ് വന്നാലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണുകൾ കാണാൻ പറ്റും. ഇത് വെച്ചിട്ടുള്ള ഒരു 5 ടേമുകൾ കൂടിയാണ് ഇന്നത്തെ. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പോസ് ചെയ്ത് ഓരോന്നായി ചെയ്ത് പോകണം. സോ നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോ. സം ടേംസ് റിഗാർഡിംഗ് ആറ്റംസ്. സം ടേംസ് റിഗാർഡിംഗ് ആറ്റംസ്. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹൈഡ്രജൻ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് കേട്ടിട്ടുണ്ടാവും. കാർബൺ 12 എന്ന് കേട്ടിട്ടുണ്ടാവും. കാർബൺ 14 എന്ന് കേട്ടിട്ടുണ്ടാവും. കാർബൺ 14 ഡേറ്റിംഗ്. വസ്തുക്കളുടെ പ്രായം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വിദ്യയാണത്, കാർബൺ 14 ഡേറ്റിംഗ്. അപ്പൊ എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ്. സോ സം ടേംസ് അബൌട്ട് ആറ്റംസ്. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് isotopes. We are starting with isotopes. എന്താണ് isotopes എന്ന് വെച്ചാൽ? They are the atoms of same element. Z എന്തായിരിക്കും? സെയിം ആയിരിക്കും. Z ആണല്ലോ ഒരു ആറ്റത്തിനെ ഡിഫൈൻ ചെയ്തത്. പക്ഷേ അവർക്ക് വ്യത്യസ്ത മാസ് നമ്പറുകളായിരിക്കും, വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പൊ മാസ് നമ്പർ P+N, P സെയിമാ എന്ന് വെച്ചാൽ ഈ ആറ്റങ്ങളിൽ വ്യത്യസ്ത നമ്പർ ഓഫ് എന്തുണ്ടാവും? ന്യൂട്രോൺസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, hydrogen 11 is there. This we will call as protium. In some hydrogen atom is hydrogen 12. This we will call as deuterium. These two are isotopes of hydrogen. വേറൊരാളും കൂടെ ഉണ്ട്, ഹൈഡ്രജൻ 13 ഉണ്ട്. ഇതിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? 2 ന്യൂട്രോണുകൾ ഉണ്ട്. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം വ്യത്യാസമാണ്. We can call this as isotopes of hydrogen. ഒരേ ആറ്റത്തിന്റെ വ്യത്യസ്ത മാസ് നമ്പറുള്ള ആറ്റങ്ങൾ, ഒരേ ആറ്റത്തിന്റെ വ്യത്യസ്ത ന്യൂട്രോണുകളുള്ള വ്യത്യസ്ത ആറ്റങ്ങൾ, ഐസോടോപ്സ്. ഇപ്പൊ എഴുതിക്കൂടെ? ഇപ്പൊ നെക്സ്റ്റ് ഫസ്റ്റ് വൺ എഴുതിക്കോ. ഐസോടോപ്സ്. Isotopes. They are the atoms of same element. They are the atoms of same element with different mass number. With different mass number. ഇതിൽ എന്താ ഡിഫറൻസ് ഉണ്ടാവുക? ഡിഫറൻസ് ഇൻ ന്യൂക്ലിയോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ പറയാം ഡിഫറൻസ് ഇൻ ന്യൂട്രോൺസ് എന്ന് പറയാം. ഐസോടോപ്പ്. റെഡി? നെക്സ്റ്റ് ഐസോബാർ. ഐസോബാർ എന്ന് വെച്ചാൽ 2 വ്യത്യസ്ത ആറ്റങ്ങൾ, പക്ഷെ അവർക്ക് 2 പേർക്കും വേണമെങ്കിൽ എന്താവാം? സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആവാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടേക്ക് വാട്ട്, ആർഗൺ 1840 എടുത്തു, കാൽഷ്യം 2040 എടുത്തു. 2 വ്യത്യസ്ത ആറ്റങ്ങളാണ്, ബട്ട് ദേ ഹാവ് ദി സെയിം മാസ് നമ്പർ. Such atoms are known as isobars. So we can say isobars are the atoms of different elements with same mass number. So you can write
isobar, second term. They are the atoms of different elements with same mass number. Example, argon 1840, calcium 2040. Isotope example ediko, protium, deuterium, tritium, carbon 12, carbon 14. Same mass number, same atomic number, different mass number. Example നേരത്തെ എഴുതാൻ മറന്നുപോയി, ഇപ്പോൾ എഴുതിക്കോ. ഐസോടോപ്പിന്റെ എക്സാമ്പിൾ രണ്ടെണ്ണം, ഐസോബാറിന്റെ എക്സാമ്പിൾ ഇത് രണ്ടും. Ready? Next, isotone. Isotone എന്ന് വെച്ചാൽ they are the atoms of same element. They are the atoms of different elements. രണ്ട് വ്യത്യസ്ത ആറ്റങ്ങളുടെ എലമെന്റുകളുടെ ആറ്റങ്ങളായിരിക്കും with same number of neutrons. ഉദാഹരണത്തിന് I am saying sodium 1123. എത്ര ന്യൂട്രോൺ ഉണ്ട്? 12 ന്യൂട്രോൺ. Magnesium 1224. എത്ര ന്യൂട്രോണുകളുണ്ട്? 12 ന്യൂട്രോണുകളുണ്ട്. ഇപ്പൊ രണ്ട് വ്യത്യസ്ത ആറ്റങ്ങളാണ്, പക്ഷേ ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? സെയിം ആണ്. They are known as isotones. So next, isotones. Isotones. They are the atoms of different elements with same number of neutrons. With same number of neutrons. Next, isoelectronic. നിങ്ങൾ പറഞ്ഞേ, രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾ, പക്ഷെ എന്ത് സെയിം ആയിരിക്കണം? ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കണം. ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ആം ടേക്കിംഗ് Na11 പ്ലസ് മെഗ്നീഷ്യം 12 2+. രണ്ടിടത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഇവിടെ എത്രയാണ്? 10 ആണ്. വേണമെങ്കിൽ ഫ്ലൂറിൻ 9-, ഇവിടെ എത്രയാണ്? 10 ആണ്. നിയോൺ 10, ഇവിടെ എത്രയാണ്? 10 ആണ്. ഇലക്ട്രോണുകൾ. അപ്പൊ ഇതൊക്കെ നോക്ക് നിങ്ങൾ. They are the different atoms or different species with same number of electrons. They are the different species with same number of electrons. And that type of species or atoms are known as isoelectronic. എന്ത് എളുപ്പല്ലേ? നിങ്ങൾ എളുപ്പം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോ? 2018 നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കുറെ എണ്ണം തന്നിട്ട് ഇതിനകത്ത് ഐസോ ഇലക്ട്രോണിക് ഏതാന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ പഠിക്കുക, പഠിച്ച് എക്സാം എഴുതുക എന്ന് പറയുന്നത് എളുപ്പമാണ്. ഒറ്റ കാര്യമുള്ളൂ, പഠിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? എളുപ്പത്തിൽ മനസ്സിലാക്കണം. അപ്പൊ ഇതും കൂടി എഴുതിക്കോ. ഐസോ ഇലക്ട്രോണിക്. They are the species with same number of electrons. എക്സാമ്പിളും എഴുതിക്കോളൂ. അപ്പൊ എങ്ങനെയാ? ഇന്ന് നമ്മുടെ സമയം ഏകദേശം പൂർത്തിയായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇന്ന് നമ്മൾ കണക്കിന്റെ ഷോർട്ട് കട്ട് ഒന്നും പഠിച്ചിട്ടില്ല. വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം? പഠിക്കാം. സോ ദിസ് ഈസ് മീ JD signing off. Thank you.